Ignite Physics. Concept to Clarity. നമസ്കാരം. പ്രകൃതിയുടെ താളങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ പുതിയ വിശദീകരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? നിങ്ങളൊരു കളിസ്ഥലത്താണെന്നൊന്ന് സങ്കല്പിക്കൂ. അവിടെ വളരെ സന്തോഷത്തോടെ മുന്നോട്ടും പിന്നോട്ടും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ മനസ്സിലേക്ക് കൊണ്ടുവരൂ. അവിടെ വളരെ രസകരമായ ഒരു തർക്കം നടക്കുന്നത് ശ്രദ്ധിക്കുക. ആ ഊഞ്ഞാലാടുന്ന കുട്ടി പറയുന്നു താൻ 10 തവണ ഊഞ്ഞാലാടിയെന്ന്. എന്നാൽ താഴെ എണ്ണിക്കൊണ്ട് നിൽക്കുന്ന കുട്ടിയും അവരുടെ ടീച്ചറും പറയുന്നു വെറും 5 തവണയായിട്ടുള്ളൂ എന്ന്. അപ്പോൾ ആരായിരിക്കും ശരി? ഒരു ഊഞ്ഞാൽ എപ്പോഴാണ് കൃത്യമായി അതിന്റെ ഒരു ദോലനം പൂർത്തിയാക്കുന്നത്? ഇതൊരു രസകരമായ ചോദ്യമാണല്ലേ? ശരി, നമുക്ക് ഇതിലേക്ക് ഒന്നാഴത്തിലിറങ്ങാം. നമ്മൾ നിത്യവും കാണുന്ന ഈ ചലനത്തിന്റെ ശാസ്ത്രീയമായ നിർവചനം ഇതാണ്. ഒരു വസ്തു അതിന്റെ സന്തുലിതാവസ്ഥയെ അഥവാ നടുവിലെ ആ വിശ്രമാവസ്ഥയെ അടിസ്ഥാനമാക്കി കൃത്യമായ ഇടവേളകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതിനെയാണ് നമ്മൾ ദോലനം അഥവാ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു യഥാർത്ഥ ദോലനം പൂർത്തിയാകണമെങ്കിൽ ആ വസ്തു അതിന്റെ നടുവിലെ വിശ്രമസ്ഥാനത്ത് നിന്ന് പുറപ്പെട്ട് 2 വശങ്ങളിലേക്കും പോയി കൃത്യമായി തുടങ്ങിയ സ്ഥലത്തും ദിശയിലും തന്നെ തിരിച്ചെത്തണം. അതായത് എയിൽ നിന്ന് തുടങ്ങി ബിയിൽ പോയി തിരിച്ച് വീണ്ടും എയിൽ തന്നെ എത്തണം. അപ്പോഴാണ് ഒരു ദോലനം പൂർണ്ണമാവുന്നത്. അപ്പോ ഊഞ്ഞാലിന്റെ കാര്യത്തിൽ ടീച്ചർ പറഞ്ഞത് തന്നെയാണ് കേട്ടോ ശരി. ഇനി നമുക്ക് ദോലനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 സാങ്കേതിക പദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ്. സന്തുലിതാവസ്ഥയിൽ നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി ദൂരമാണിത്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ആ ഊഞ്ഞാൽ നടുവിലെ വിശ്രമസ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്ക് എത്ര ഉയരത്തിൽ പോയി എന്ന് സൂചിപ്പിക്കുന്ന ഒരു ശാസ്ത്രീയ പദം മാത്രമാണിത്. ആയതിയുടെ അടിസ്ഥാന ശാസ്ത്രീയ യൂണിറ്റ് മീറ്ററാണ്. ഇത് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്ക് ഈ ദൂരം കൃത്യമായി അളക്കാൻ സഹായിക്കുന്ന ഒരു പൊതുവായ രീതിയാണ് നൽകുന്നത്. രണ്ടാമത്തെ പദമാണ് പീരിയഡ്. ഇത് വളരെ ശ്രദ്ധിക്കുക. ഒരു പൂർണ്ണ ദോലനം പൂർത്തിയാക്കാൻ ആവശ്യമായ സമയത്തെയാണ് നമ്മൾ പീരീഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു വലിയ ഊഞ്ഞാല് ഒരു വശത്ത് നിന്ന് പോയി വളരെ സാവധാനം തിരികെ വരാനെടുക്കുന്ന ആ മുഴുവൻ സമയവും. ഈ പീരിയഡ് എപ്പോഴും നമ്മൾ അളക്കുന്നത് സെക്കൻഡുകളിലാണ്. ഇതിനെ ഇംഗ്ലീഷിലെ വലിയ അക്ഷരമായ ടി ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പീരിയഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു സമയമാണെന്ന് നമ്മൾ ഓർക്കണം. ഇനി നമ്മൾ കുറച്ചുകൂടി വേഗത്തിൽ പോകാൻ പോവുകയാണ്. കാരണം അതാണ് മൂന്നാമത്തെ പദമായ ആവൃത്തി അഥവാ ഫ്രീക്വൻസി. കൃത്യം ഒരൊറ്റ സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ കുത്തിനിറയ്ക്കാൻ കഴിയും എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു സെക്കൻഡിൽ എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ന് ചുരുക്കം. ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ് ഹെർട്സ്. വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ സാന്നിധ്യം തെളിയിച്ച് പ്രശസ്ത ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സിനോടുള്ള ആദരസൂചകമായാണ് ഇതിന് ആ പേര് നൽകിയിരിക്കുന്നത്. അത് തീർച്ചയായും അദ്ദേഹം അർഹിക്കുന്നൊരു അംഗീകാരം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ ഈ സുവർണ നിയമം ഒന്ന് ശ്രദ്ധിക്കൂ. ഫ്രീക്വൻസിയും പീരിയഡും തമ്മിലുള്ള ഗണിതശാസ്ത്രപരമായ ബന്ധമാണിത്. പീരിയഡ് കൂടുമ്പോൾ, അതായത് സമയം കൂടുമ്പോൾ, ഗണിതശാസ്ത്രപരമായി ഫ്രീക്വൻസി കുറയണം. വിപരീത അനുപാതത്തിലാണ് ഇവ രണ്ടും എപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ ഊഞ്ഞാലിൽ നിന്ന് മാറി പെൻഡുലത്തിന്റെ മാന്ത്രികതയിലേക്ക് കടക്കുകയാണ്. ഇതൊരു കാര്യം വളരെ മനോഹരമായി വ്യക്തമാക്കുന്നുണ്ട്. ലാബിലെ വളരെ ലളിതമായ ഒരു പെൻഡുലത്തിന്റെ ചരടിൽ നമ്മൾ നടത്തുന്ന പരീക്ഷണങ്ങളും അതുപോലെ വലിപ്പമേറിയ ഒരു ഗ്രാൻഡ്ഫാദർ ക്ലോക്കിൽ സമയം കൃത്യമായി നിലനിർത്താൻ ഉപയോഗിക്കുന്നതും യഥാർത്ഥത്തിൽ ഒരേ ഭൗതികശാസ്ത്ര തത്വങ്ങൾ തന്നെയാണ്. ഇവ തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പെൻഡുലത്തിന്റെ ചരടിന്റെ നീളം വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഫ്രീക്വൻസി അഥവാ ആവൃത്തി കുറയുന്നു. അതായത് നീളം കൂടുന്തോറും അത് വളരെ പതുക്കെയാകും ആടുന്നത്. ഇതിൽ വളരെ കൗതുകകരമായ ഒരു ചരിത്രവസ്തുതയുണ്ട്. ആദ്യകാല ഗ്രാൻഡ്ഫാദർ ക്ലോക്കുകളിൽ കൃത്യമായി 2 സെക്കൻഡ് പീരിയഡ് നിലനിർത്താൻ 99.35 സെന്റിമീറ്റർ നീളമുള്ള ഒരു പ്രത്യേക പെൻഡുലമാണ് ഉപയോഗിച്ചിരുന്നത്. താപനില മാറിയാലും നീളം മാറാത്ത ഇൻവാർ എന്ന പ്രത്യേക ലോഹസങ്കരം കൊണ്ടാണ് ഇതന്നു നിർമ്മിച്ചിരുന്നത്. അവരെത്ര കൃത്യതയോടെയാണ് അതെല്ലാം ചെയ്തിരുന്നതെന്ന് നോക്കൂ. ഇനി നമുക്ക് പ്രായോഗിക ജീവിതത്തിലെ ആവൃത്തികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 256 ഹെർട്സ് എന്ന് അടയാളപ്പെടുത്തിയ ഒരു ട്യൂണിംഗ് ഫോർക്ക് നിങ്ങൾ സയൻസ് ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇതിനർത്ഥം അത് ഒരു സെക്കൻഡിൽ കൃത്യം 256 തവണ വൈബ്രേറ്റ് ചെയ്യുന്നു എന്നാണ്.
അതിൽ നിന്നുള്ള ശബ്ദം നിങ്ങളുടെ ചെവിയിലെത്തുമ്പോൾ ശരിക്കും നിങ്ങളുടെ കർണപുടവും ഒരു സെക്കൻഡിൽ 256 തവണ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്ന കിലോഹെർട്സും മെഗാഹെർട്സും എല്ലാം ഇതേ ഫ്രീക്വൻസികൾ തന്നെയാണെന്ന് ഓർക്കുക. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. ഓരോ ഭൗതിക വസ്തുവും അത് എന്ത് തന്നെയായാലും മറ്റൊന്നിന്റെയും ഇടപെടലില്ലാതെ സ്വതന്ത്രമായി വൈബ്രേറ്റ് ചെയ്യാൻ അനുവദിച്ചാൽ അതിന് അതിൻ്റേതായ തനതായ ഒരു താളമുണ്ട്. ഇതിനെയാണ് അതിന്റെ സ്വാഭാവിക ആവൃത്തി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ, ചെറിയൊരു ട്യൂണിംഗ് ഫോക്ക് മുതൽ വലിയ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് വരെ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും അതിൻ്റേതായൊരു സ്വാഭാവിക ആവൃത്തിയുണ്ട്. അങ്ങനെയെങ്കിൽ അവസാനമായി എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ സ്വാഭാവിക ആവൃത്തി എന്താണ്? ഇതിനെക്കുറിച്ച് തീർച്ചയായും ഒന്ന് ചിന്തിച്ചു നോക്കൂ.